അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅലൽ ളുലുമാതി വന്നൂർ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. അൽഹംദുലില്ലാഹില്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കിതാബി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6 പതിറ്റാണ്ടിലേറെ കാലമായി ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കേൾക്കാത്തവരായി കേരളീയ മുസ്ലിങ്ങളിൽ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളിൽ നിന്നും അതിൻ്റെ വക്താക്കളിൽ നിന്നും, മറ്റു ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ശത്രുക്കളിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് നിങ്ങളേവരും ധാരാളമായി കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താക്കളിൽ നിന്ന് കേട്ടതിനേക്കാൾ കൂടുതൽ അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ അവസരമുണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ചെറിയ ഒരു പ്രഭാഷണം നടത്തണം എന്ന് വിചാരിക്കുന്നത്. ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ അതിൻ്റെ വക്താക്കളിൽ നിന്നും അതിൻ്റെ അനുയായികളിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കൂടുതൽ നീതിയുക്തവും സ്വതന്ത്രവുമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുവാൻ സഹായകമായി തീർന്നേക്കും. 1941 ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഒരു പ്രസ്ഥാനം പിറന്നു വീഴുന്നത്. 1941 ലാഹോറിൽ 75 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുകയുണ്ടായി. പണ്ഡിതന്മാർക്ക് പുറമെ സൂഫി വര്യന്മാരും മുസ്ലിം നേതാക്കളുമടക്കം ആ യോഗത്തിൽ സമ്മേളിച്ചിരുന്നു. ദീർഘമായ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കുമൊടുവിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം അവിടെ വെച്ച് പിറന്നു വീഴുന്നത്. ആ യോഗം വിളിച്ചുകൂട്ടിയതും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നതും 20-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക നവോത്ഥാന നായകൻ എന്ന് ചരിത്രം വിലയിരുത്തിയിട്ടുള്ള സയ്യിദ് അബുൽ-അഅ്ല മൗദൂദിയായിരുന്നു. സയ്യിദ് അബുൽ-അഅ്ല മൗദൂദി മാത്രമായിരുന്നില്ല ആ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അവിടെ പങ്കെടുത്ത 75 പേരും ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞു പോയിരുന്നത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 1947 ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം 48 അവശേഷിക്കുന്ന ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി പുനഃസംഘടിപ്പിക്കപ്പെട്ടത്. അന്നു മുതൽ ഇന്നുവരെ ഒരു ഇടതടവുമില്ലാതെ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട്. 60 വർഷങ്ങൾക്ക് ശേഷവും ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ യുവത്വം നിലനിർത്തിക്കൊണ്ട് പുരോഗമിച്ചു വരുന്നതായി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഓരോ 4 വർഷം കൂടുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഓരോ 4 വർഷം കൂടുമ്പോഴും കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തന പരിപാടികൾ വിലയിരുത്തിക്കൊണ്ട്, നയസമീപനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പുതിയ 4 വർഷത്തേക്കുള്ള പദ്ധതികളും പരിപാടികളും ജമാഅത്തെ ഇസ്ലാമി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ 4 വർഷവും നേതൃത്വത്തെ പുതുതായി തിരഞ്ഞെടുക്കുന്നു എന്നതുകൊണ്ടും ഓരോ 4 വർഷവും
സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതുകൊണ്ടും ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ യൗവനം എക്കാലവും നിലനിർത്തിപ്പോന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നത് 3 വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു പേരാണ്. ഇതിൽ ഹിന്ദ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ത്യ എന്നാണ്. ജമാഅത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ സംഘടന എന്നാണ്. ഇസ്ലാം എന്നത് പ്രത്യേകം ഞാൻ വിശേഷിപ്പിക്കേണ്ടതില്ല, അർത്ഥം പറയേണ്ടതില്ല. നമ്മൾ ഏവരും അറിഞ്ഞ് വിശ്വസിക്കുകയും ആദരിക്കുകയും നമ്മളുടെ കരളിൻ്റെ കരളായി നാം സ്നേഹിക്കുകയും ചെയ്യുന്ന ഇസ്ലാം എന്നാണ് അർത്ഥം. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ സംഘടന എന്ന് മാത്രമാണ് അതിനർത്ഥമുള്ളത്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനം രൂപവൽക്കരിക്കുമ്പോൾ അതിൽ പങ്കാളികളായിട്ടുള്ള പണ്ഡിതന്മാരും മുസ്ലിം നേതാക്കളും സൂഫി വര്യന്മാരും അർത്ഥമാക്കിയിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുഹമ്മദ് നബിക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും പിന്തുടർച്ചയുള്ള ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്നായിരുന്നു. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ മുഖേന മനുഷ്യ സമൂഹത്തിന് അയച്ചു തന്നിട്ടുള്ള ഒരു സമ്പൂർണമായ ജീവിത പദ്ധതിയാണ് ഇസ്ലാം. ഏകദൈവ വിശ്വാസം, പരലോക വിശ്വാസം, പ്രവാചകത്വത്തിലുള്ള വിശ്വാസം എന്നീ അടിത്തറകളിൽ നിലനിൽക്കുന്നതാണ് ഇസ്ലാമിക ദർശനം. ആ അടിത്തറകളിൽ നിലനിൽക്കുകയും നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലുള്ള ആരാധനാ കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലേക്കും മാർഗദർശനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ജീവിത പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം മനുഷ്യൻ്റെ വ്യക്തിപരമായ കാര്യത്തെ മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്. വ്യക്തിപരമായ കാര്യം എങ്ങനെ നിർവഹിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ മനുഷ്യൻ്റെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും സാമ്പത്തിക മണ്ഡലത്തെക്കുറിച്ചും മനുഷ്യ നാഗരികതയെക്കുറിച്ചും മനുഷ്യ സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നതായും അവയിലേക്കൊക്കെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതായും നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം ഇസ്ലാം മനുഷ്യനെ അല്ലാഹുവിലേക്ക് നയിക്കുകയും അവന് പരലോകത്ത് സ്വർഗം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു എന്നതോടൊപ്പം ഈ ദുനിയാവിൽ മനുഷ്യന് എല്ലാ അർത്ഥത്തിലുള്ള ജീവിത സൗഭാഗ്യവും ഐശ്വര്യവും നൽകുവാൻ ഇസ്ലാം ബാധ്യസ്ഥമാണ്. അതിനുള്ള വഴി ഇസ്ലാം കാണിക്കുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വരുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുണ്ടായിരുന്ന ധാരണ അതായിരുന്നില്ല. ഇസ്ലാം മറ്റു മതങ്ങളെപ്പോലെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള സ്വകാര്യമായ ഇടപാടാണെന്നും ഇസ്ലാം മനുഷ്യൻ്റെ ആത്മീയമായ ഉണർവിന് മാത്രമാണ് നിർദ്ദേശങ്ങൾ നൽകുന്നതെന്നും മനുഷ്യൻ്റെ പരലോക വിഷയങ്ങൾ മാത്രമാണ് ഇസ്ലാം കൈകാര്യം ചെയ്യുന്നത് എന്നുമായിരുന്നു അന്ന് പൊതുവെ ധരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ പ്രവാചകന്മാരുടെ സന്ദേശം ഇതായിരുന്നില്ല. പ്രവാചകന്മാരുടെ സന്ദേശം പരലോകത്ത് മനുഷ്യന് സ്വർഗം നേടിക്കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ലോകത്ത് കൂടി ഐശ്വര്യം നേടിക്കൊടുക്കും എന്ന വാഗ്ദാനത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം സാമൂഹ്യ ജീവിതത്തിനാവശ്യമായിട്ടുള്ള നിർദ്ദേശവും നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇസ്ലാമിനെ അതിൻ്റെ സമ്പൂർണമായ സ്വഭാവത്തിൽ ഉൾക്കൊള്ളുകയും പ്രവാചകന്മാർ എങ്ങനെയാണോ പ്രബോധനം ചെയ്തിട്ടുള്ളത് അതുപോലെ പ്രബോധനം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഇസ്ലാമിക പ്രസ്ഥാനം രംഗത്ത് വന്നിട്ടുള്ളത്. 1940കളിൽ എങ്ങനെയാണോ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരുന്നത് അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട സ്വഭാവത്തിൽ ഇന്നും ജമാഅത്തെ ഇസ്ലാമി ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നിലനിൽക്കുന്നത്
മുസ്ലിം സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത അടിത്തറകളിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പഴുതുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണം, കർമ്മശാസ്ത്ര വിഷയങ്ങൾ. കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് സഹാബിമാരുടെ കാലത്തും താബിഉകളുടെ കാലത്തും താബികളുടെ കാലത്തും അഭിപ്രായ ഭേദങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. ആ അഭിപ്രായ ഭേദങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ അവർ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇഖാമത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിൽ നിന്ന് കർമ്മശാസ്ത്രപരമായ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് യാതൊരു തടസ്സവും ഉണ്ടാക്കിയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് ഫിഖ്ഹ് അഥവാ കർമ്മശാസ്ത്രത്തിൽ ഏതെങ്കിലും ഒരഭിപ്രായത്തെയോ അല്ലെങ്കിൽ ഏതാനും അഭിപ്രായങ്ങളെയോ സംരക്ഷിക്കുന്നതിനും അതിനെ കെട്ടിപ്പൊക്കി വളർത്തുന്നതിനുമല്ല. കർമ്മശാസ്ത്രത്തിലെ ഒരഭിപ്രായത്തിൽ നിന്ന് മറ്റൊരഭിപ്രായത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ജമാഅത്തെ ഇസ്ലാമി നിലനിൽക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന് വകയില്ലാത്ത അടിത്തറകളിലാണ്. ഏതൊക്കെയാണ് ആ അടിത്തറകൾ? ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഭരണഘടനയിൽ പറയുന്നു, ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ രണ്ട് വചനങ്ങളും ഏതൊരു വിശ്വാസിയുടെയും അടിസ്ഥാന ആദർശമാണ്. അത് അടിസ്ഥാന ആദർശമായി അംഗീകരിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മുസ്ലിമായി ജീവിക്കാൻ സാധ്യതയുള്ളൂ. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും ആദർശമായി അംഗീകരിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ താല്പര്യം? അല്ലാഹു ഒഴികെ ഒരു ഇലാഹുമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവും നിയന്താവും അല്ലാഹുവാണ്. അതിൻ്റെ സംരക്ഷകനും പരിപാലകനും അല്ലാഹുവാണ്. മനുഷ്യനും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും രൂപം നൽകിയതും അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതും അല്ലാഹു തന്നെയാണ്. ആ അല്ലാഹുവാണ് മനുഷ്യൻ്റെ മഅബൂദ് അഥവാ ആരാധ്യൻ. ആ അല്ലാഹുവിനെ ആരാധിച്ചനുസരിച്ചുകൊണ്ട് അവന് വഴങ്ങിക്കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ താല്പര്യം. രണ്ടാമത്തെ ആദർശവാക്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതാണ്. ഈ ലോകത്ത് ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ സന്ദേശവാഹകരായി 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലമായ ഒരു പുണ്യപുരുഷൻ അല്ല, മറിച്ച് ഒരു പുണ്യപുരുഷൻ എന്നതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകാ പുരുഷനുമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ ദൂതനായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിനർത്ഥം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അപ്പടി മാതൃകയാക്കി നമ്മളും ജീവിക്കുക എന്നുള്ളതാണ്. കേവലം വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയായി തീരേണ്ടത്. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ, നമ്മുടെ രാഷ്ട്രീയ ഇടപാടുകളിൽ, നമ്മുടെ അന്താരാഷ്ട്ര മര്യാദകളിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ നാഗരികതയിൽ എല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അദ്ദേഹം വളർത്തിയെടുത്തിട്ടുള്ള സഹാബികളും മാതൃകയായി തീരേണ്ടതുണ്ട് എന്ന് മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. ഈ രണ്ട് ആദർശവാക്യങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശ അടിത്തറ. ഇത് മുഴുവൻ മുസ്ലിങ്ങളുടെയും ആദർശ അടിത്തറ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമായി അംഗീകരിച്ചിട്ടുള്ളത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമായി അംഗീകരിച്ചിട്ടുള്ളത് മുഴുവൻ മുസ്ലിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമായി അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള
ഇഖാമത്തുദ്ദീൻ എന്ന ആശയമാണ്. ശറഅലക്കും മിനദ്ദീനി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ ആശയം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. ശറഅലക്കും മിനദ്ദീനി, നാം നിങ്ങൾക്ക് ദീനിൽ ശരീഅത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അൻ അഖീമുദ്ദീന, നിങ്ങൾ ദീൻ നിലനിർത്തണം, ദീൻ സ്ഥാപിക്കണം. അള്ളാഹുവിൻ്റെ ദീൻ ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് അവതരിപ്പിച്ചു കിട്ടിയിട്ടുള്ളത് ആ അർത്ഥത്തിൽ നിങ്ങൾ ദീനിനെ ഉൾക്കൊള്ളണം. ആ ദീനിൻ്റെ അംശങ്ങൾ എത്രത്തോളമാണോ നിങ്ങൾ നിലനിൽക്കുന്നത് അത്രത്തോളം നിങ്ങൾ അതിനെ നിലനിർത്തണം. ആ ദീനിൻ്റെ ഏതൊക്കെ അംശങ്ങളാണോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയോ കൊഴിഞ്ഞു പോവുകയോ ചെയ്തിട്ടുള്ളത് ആ അംശങ്ങളൊക്കെ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അത് സ്ഥാപിക്കണം. അപ്പോൾ ദീനിനെ സംസ്ഥാപിക്കുകയും ദീനിനെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ തന്നെ നിയമമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഉലുൽ അസ്മ് പ്രവാചകന്മാരുടെ വളരെ മനക്കരുത്തുള്ള, ലോകത്തിന് തന്നെ നേതൃത്വം നൽകാൻ കഴിവുള്ളവരായിരുന്ന യുഗപ്രഭാവന്മാരായ 5 പ്രവാചകന്മാരെ എടുത്തു പറഞ്ഞതിന് ശേഷമാണ് അവരെ ഏൽപ്പിച്ച അതേ ദൗത്യം തന്നെയാണ് നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയും ലക്ഷ്യമായി അംഗീകരിച്ചിട്ടുള്ളത് പ്രവാചകന്മാർക്ക് ലക്ഷ്യമായി നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ള ഇഖാമത്തുദ്ദീൻ, മുസ്ലിം സമൂഹത്തിന് ദീനിൽ നിയമം എന്നുള്ള നിലക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ഇഖാമത്തുദ്ദീനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം സമൂഹത്തിന് വിയോജിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത അടിത്തറയിലാണ് ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത് എന്ന്. ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രവർത്തന മാർഗം സ്വീകരിച്ചിട്ടുണ്ട്. ആ പ്രവർത്തന മാർഗത്തെക്കുറിച്ച് അതിൻ്റെ ഭരണഘടന വളരെ വ്യക്തമായി തന്നെ സംസാരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന മാർഗം ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ളതായിരിക്കും. ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ളതായിരിക്കും. ഏതെങ്കിലും ഒരു പ്രവർത്തന രീതി ജമാഅത്തെ ഇസ്ലാമി ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തന രീതി ഒന്നുകിൽ ഖുർആനിലുള്ളതായിരിക്കും അല്ലെങ്കിൽ തിരുസുന്നത്തിലുള്ളതായിരിക്കും. ഇതിൽ രണ്ടിലും കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഖുർആനും സുന്നത്തും എത്രത്തോളമാണോ പഴുതു നൽകിയിട്ടുള്ളത് അതനുസരിച്ച് മാത്രമുള്ളതായിരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനമെന്ന് അതിൻ്റെ ഭരണഘടനയിൽ വളരെ വ്യക്തമായ രൂപത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടേതുപോലുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ സമാധാനപരമായ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിട്ടുണ്ട്. വർഗ സംഘടനകൾ ഉണ്ടാക്കുന്നതോ വർഗീയ പക്ഷപാതിത്വങ്ങൾക്ക് കാരണമായി തീരുന്നതോ ഏതെങ്കിലും അർത്ഥത്തിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കാൻ പ്രേരണ നൽകുന്നതോ ആയ യാതൊരു പ്രവർത്തനത്തിലും ജമാഅത്തെ ഇസ്ലാമി ഏർപ്പെടുകയില്ല എന്ന് ഭരണഘടനയിൽ എടുത്തു പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ 6 പതിറ്റാണ്ടിലെ പ്രവർത്തനങ്ങൾ അതിന് സാക്ഷിയായും നിലകൊള്ളുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം സമൂഹത്തിന് വിയോജിക്കാൻ സാധ്യതയുള്ള, അതിനിടം നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരടിത്തറയിലല്ല ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത് എന്ന്. ജമാഅത്തെ ഇസ്ലാമി ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പ്രവാചകത്വം അവസാനിപ്പിച്ചുകൊണ്ട് പിൻവാങ്ങുന്ന സന്ദർഭത്തിൽ മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമുണ്ട്. ഓരോ നൂറ്റാണ്ടിൻ്റെയും മുഖ്യമായ സന്ദർഭങ്ങളിൽ ഈ ദീനിനെ നവീകരിക്കുവാനും പുതുക്കുവാനും വേണ്ടി മുജദ്ദിദുകളായ വ്യക്തികളെയും മുജദ്ദിദുകളായ പ്രസ്ഥാനങ്ങളെയും സംഘങ്ങളെയും നിയോഗിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പിറന്നു വീഴുന്ന സന്ദർഭത്തിലും അത്തരം ഒരു മുജദ്ദിദിൻ്റെയോ അല്ലെങ്കിൽ ഒരു തജ്ദീദി പ്രസ്ഥാനത്തിൻ്റെയോ ആവശ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം ലോകങ്ങളാകമാനം പാശ്ചാത്യൻ കൊളോണിയലിസത്തിന് കീഴിൽ അമർന്നുകിടക്കുകയായിരുന്നു. അവിടെ നിന്ന് അല്പാൽപമായി സ്വാതന്ത്ര്യം നേടാൻ തുടങ്ങി. സ്വാതന്ത്ര്യം നേടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിലും പാശ്ചാത്യർ വിട്ടേച്ചു പോയ ആശയങ്ങളായിരുന്നു
മുസ്ലിം സമൂഹത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ആ ആശയത്തിൻ്റെ പൊരുൾ ഇതായിരുന്നു: മതമെന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള സ്വകാര്യമായ ഇടപാടാണ്. അത് ആരാധനകളുടെ സമുച്ചയമാണ്. മനുഷ്യൻ്റെ ഭൗതിക ജീവിതവുമായി മതത്തിന് യാതൊരു ബന്ധവുമില്ല. ഭൗതിക ജീവിതത്തിൽ നിർദ്ദേശം നൽകുവാൻ മതം ഒരുമ്പെടുന്നുവെങ്കിൽ അത് വലിയ കുഴപ്പങ്ങൾക്ക് കാരണമായി തീരും. പാശ്ചാത്യ ലോകം ഇങ്ങനെ പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും അങ്ങനെ തന്നെ ധരിച്ചു വശായി. ആ സന്ദർഭത്തിലാണ് ഇസ്ലാമിൻ്റെ നഷ്ടപ്പെട്ടുപോയ സാമൂഹ്യ വശവും, ഇസ്ലാമിൻ്റെ നഷ്ടപ്പെട്ടുപോയ വിമോചന വശവും, ഇസ്ലാമിൻ്റെ നഷ്ടപ്പെട്ടുപോയ രാഷ്ട്രീയ വശവും തിരിച്ചു പിടിക്കേണ്ടത് ഇസ്ലാമിക ലോകത്തിൻ്റെ തന്നെ ഒരു ആവശ്യമായി തീർന്നത്. ആ ആവശ്യത്തെ പൂർത്തീകരിക്കുവാനാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ജന്മം കൊണ്ടതുപോലെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ജമാഅത്തെ ഇസ്ലാമി രൂപം കൊണ്ടിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി രൂപം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമെന്താണെന്നും, ആധുനിക മനുഷ്യ സമൂഹത്തിന് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ ഇസ്ലാമിക ആശയങ്ങളെ അവതരിപ്പിച്ചു. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ധാരണകളിൽ നിന്ന് തെറ്റാതെ, ഇസ്ലാമിൻ്റെ മൗലികമായ പ്രമാണങ്ങളിൽ നിന്ന് അകന്നുപോകാതെ, എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യന് മനസ്സിലാകാവുന്ന ഭാഷയിൽ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക ആശയങ്ങളെ അവതരിപ്പിച്ചു. പാശ്ചാത്യ ലോകത്ത് നിന്ന് ഇസ്ലാമിനെതിരെ നിരന്തരമായ ക്രൂരമായ വിമർശനങ്ങൾ ഉയർന്നു വന്നു. ആ വിമർശനങ്ങളെ ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വളരെ സൈദ്ധാന്തികമായും വളരെ ശക്തമായും നേരിടുവാനുള്ള ശക്തി ഇസ്ലാമിക യുവജന സമൂഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ ലോകത്തുയർന്നു വന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും സംഭാവന ചെയ്തു. മാത്രമല്ല, പാശ്ചാത്യ നാഗരികതയുടെ തള്ളിക്കയറ്റത്തെ തടഞ്ഞു നിർത്തുകയും ഇസ്ലാമികമായ നാഗരികതയെ പ്രമോട്ട് ചെയ്യുവാൻ വേണ്ടി ഈ പ്രസ്ഥാനങ്ങൾ പരിശ്രമിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനാൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി നടത്തി വന്നിട്ടുള്ള അവകാശവാദം വളരെ ശരിയാണ് എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണെന്നും ഇസ്ലാം ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലേക്കും വെളിച്ചം വീശുന്ന ഒരു പ്രസ്ഥാനമാണെന്നുമുള്ള ധാരണ പരക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ലോകത്തിലെ ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു പ്രത്യേകത, ഒരുപക്ഷെ കേരളത്തിലെ മറ്റെല്ലാ മുസ്ലിം സംഘടനകളിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിയെ വേർതിരിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ജമാഅത്തെ ഇസ്ലാമി ഒരു സംഘടന എന്നുള്ള നിലയിലും ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അതിന് കാഴ്ചപ്പാടുണ്ട്, അതിന് നിർദ്ദേശങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെടുന്ന ആളുകളോട് അത് പറയുന്നത്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ അള്ളാഹുവിന് സമർപ്പിക്കുക. അള്ളാഹുവിന് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും നിർദ്ദേശങ്ങൾ നൽകുവാൻ, ഉപദേശങ്ങൾ നൽകുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും നിങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ജമാഅത്തെ ഇസ്ലാമി സന്നദ്ധമാണ് എന്നാണ്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം കേരളത്തിലോ ഇന്ത്യയിലോ പ്രവർത്തിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. ചില ആളുകൾ മുസ്ലിം സംഘടനകൾ, ചില ആളുകൾ മതസംഘടനകളാണ്. മതപരമായ കാര്യങ്ങളിൽ മാത്രമാണ് അവർ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകാമെന്ന് വാക്കു നൽകുന്നത് തന്നെ. വേറെ ചില ആളുകൾ രാഷ്ട്രീയ സംഘടനകളാണ്. രാഷ്ട്രീയ വിഷയങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകൂ എന്നും നിങ്ങളുടെ മതപരവും സാംസ്കാരികവുമായ ആവശ്യങ്ങൾക്ക് മറ്റു സംഘടനകളെ നിങ്ങൾക്ക് സമീപിക്കാമെന്നുമാണ് അവർ നൽകുന്ന വാഗ്ദാനം. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അതുമായി ബന്ധപ്പെടുന്നവരോടും അതിൽ ഉൾച്ചേരുന്നവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും
നിങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ജമാഅത്തെ ഇസ്ലാമി ബാധ്യസ്ഥമാണ് എന്നുള്ളതാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമി പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രീതിയല്ല. ഈ രീതിയാണ് പ്രവാചകന്മാർ അനുവർത്തിച്ചു വന്നിട്ടുള്ളത്. ഈ രീതി തന്നെയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അനുവർത്തിച്ചു വന്നിട്ടുള്ളത്. ഈ രീതി തന്നെയാണ് ഖുലഫാ ഉർ റാഷിദുകളും അവയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഖലീഫമാരുമെല്ലാം അനുവർത്തിച്ചു വന്നിട്ടുള്ളത്. പ്രവാചകന്മാരുടെയും ഖുലഫാ ഉർ റാഷിദുകളുടെയും അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മുഴുവൻ നേതാക്കളുടെയും രീതി ജീവിതത്തെ മൊത്തമായി കാണുകയും ആ ജീവിതത്തിൽ ഉടനീളം മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അതേ രീതി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും യഥാർത്ഥത്തിൽ അതിൻ്റെ സംഘടനാ സംവിധാനം എന്നുള്ള നിലയിൽ, അതിൻ്റെ സംഘടനാ സംസ്കാരം എന്നുള്ള നിലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രഥമമായും പ്രധാനമായും ശ്രദ്ധയൂന്നുന്നത് അതിൻ്റെ പ്രവർത്തകരിൽ തന്നെയാണ്. അതുമായി ബന്ധപ്പെടുവാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, അതിൻ്റെ വിളിക്ക് ഉത്തരം നൽകുവാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, അവരെ ജമാഅത്തെ ഇസ്ലാമി വിളിച്ചു ചേർക്കുന്നു. എന്നിട്ട് അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ഒരു പരിശീലന പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്നു. ആ പരിശീലനത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ അനുയായികളെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിലൂടെയാണ് അവർക്ക് സ്വർഗം ലഭ്യമാകുക എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. ആരാധനകളിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, ഖുർആനുമായുള്ള നിരന്തരമായ ബന്ധത്തിലൂടെ, പ്രവാചക ചര്യയെക്കുറിച്ചുള്ള പഠനത്തിലൂടെ, ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിലൂടെ, ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിലൂടെ, ഹദീസുകളും ദിക്റുകളും ദ്വാകളും മനഃപ്പാഠമാക്കുന്നതിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിൽ അതിനുള്ള രീതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജനങ്ങളിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതല്ല. ജനങ്ങളും അള്ളാഹുവും മനുഷ്യന്റെ രണ്ടു ഭാഗങ്ങളിലാണ് എന്ന കാഴ്ചപ്പാട് നമ്മുടേതല്ല. അള്ളാഹുവിലേക്ക് അടുക്കും തോറും ജനങ്ങളിൽ നിന്ന് അകലുമെന്നോ ജനങ്ങളിലേക്ക് അടുക്കുന്നവർ അള്ളാഹുവിങ്കിൽ നിന്ന് അകലണമെന്നോ ഇല്ല. അള്ളാഹുവും ജനങ്ങളും നമ്മുടെ ഒരേ ഭാഗത്താണ് ഉള്ളത്. നാം അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ ജനങ്ങളിലൂടെ വേണം അള്ളാഹുവിലേക്ക് അടുക്കാൻ. ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, അവരെ സേവിച്ചുകൊണ്ട്, അവരെ ആദരിച്ചുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട്, അവരോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട്, ചിലപ്പോൾ അവരിൽ നിന്ന് വല്ല ഉപദ്രവവും ഉണ്ടാവുമെങ്കിൽ അത് സഹിച്ചുകൊണ്ട് വേണം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ. ജനങ്ങളോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ, ജനങ്ങളിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം അള്ളാഹുവിനോടൊപ്പമാണ് ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിലേക്കും ജനങ്ങളിലേക്കും ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തകരെ കൂടുതൽ അടുപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. 2011 മുതൽ 2005 വരെയുള്ള 4 വർഷത്തേക്ക് ജമാഅത്തെ ഇസ്ലാമി തയ്യാറാക്കിയിട്ടുള്ള കർമ്മപദ്ധതിയിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ മനസ്സംസ്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മനസ്സിന്റെ പ്രാധാന്യം എത്രയാണ് എന്ന് നമുക്കറിയാമല്ലോ. മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയുന്നത്. എല്ലാ നന്മകളും കുടികൊള്ളുന്നത് മനസ്സിലാണ്, കുടികൊള്ളേണ്ടതും മനസ്സിലാണ്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കണമെങ്കിൽ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകണം. ഹൃദയത്തിൽ ഏറ്റവും നല്ല പരിവർത്തനം ഉണ്ടാക്കുന്നതിനാവശ്യമായ കർമ്മപദ്ധതികൾ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടുന്ന ആളുകളെ ശുദ്ധീകരിച്ചെടുക്കുവാനും സംസ്കരിച്ചെടുക്കുവാനും ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള നിരന്തരമായ ശ്രമം നടക്കുന്നത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ സമൂഹത്തിൻ്റെ പൊതുവിധാനത്തിൽ നിന്ന് മൂല്യങ്ങളിലും മറ്റും അല്പമെങ്കിലും ഉയർന്നു നിൽക്കുന്നത്. മാലാഖമാരെ പോലെ വിശുദ്ധരായ വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ സഹാബികളെ പോലെയുള്ള മഹാന്മാരെ സൃഷ്ടിക്കുവാനും നമുക്ക് കഴിയുകയില്ല. പക്ഷേ നമുക്കൊന്ന് ചെയ്യാൻ കഴിയും. മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കടന്ന്
അവരിൽ സംസ്കരണവും പരിഷ്കരണവും ഉണ്ടാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുന്ന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരായി അവരെ മാറ്റാൻ കഴിയും. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന മറ്റൊരു കാര്യം അമിതമായ സംഘടനാ പക്ഷപാതിത്വത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ അനുയായികളെ ശുദ്ധീകരിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. വ്യത്യസ്ത മതസംഘടനകൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സംഘടനയുമായി വിദ്വേഷമോ വെറുപ്പോ വെച്ച് പുലർത്തുവാൻ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ അനുയായികൾക്ക് പാഠം നൽകുന്നില്ല. മറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുന്നതോടൊപ്പം അതിനെക്കുറിച്ച് പരസ്പരം സംവദിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളായി കണ്ടുകൊണ്ട് ആദരിക്കണമെന്നും സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തകരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരെന്ന നിലക്ക് വർഗീയതയുടെ അംശലേശം പോലും ഹൃദയത്തിലില്ലാതെ ഏറ്റവും വിശാലമായി പെരുമാറുന്നവരായിരിക്കണം ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ എന്ന് ജമാഅത്തിന് നിർബന്ധമുണ്ട്. എവിടെയൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ജീവിക്കുന്നുണ്ടോ അവിടങ്ങളിലുള്ള ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും മതവിശ്വാസികളല്ലാത്തവരും ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ഈ ഒരു സ്നേഹവും ഈ കാരുണ്യവും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഞാനിവിടെ പ്രത്യേകം എടുത്തോതേണ്ടതില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിം ഉമ്മത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്നുള്ള നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഥമമായ പരിഗണന അർഹിക്കുന്ന ഒരു ഉമ്മത്ത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി പോലും ഉമ്മത്തിൻ്റെ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഒരു വളണ്ടിയർ സ്വഭാവത്തിൽ രംഗത്ത് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം മാത്രമാണ്. ഉമ്മത്ത് നിർവഹിക്കേണ്ടുന്ന ചില ദൗത്യം ഉമ്മത്തിന് നിർവഹിക്കാൻ കഴിയാതെ പോയ ഒരു സാഹചര്യത്തിൽ ആ ദൗത്യം നിർവഹിക്കുവാൻ സ്വയം മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനം എന്നത് മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. മുസ്ലിം ഉമ്മത്ത് മൊത്തമായി എന്നാണോ ഉമ്മത്തിൻ്റെ ശരിയായ ദൗത്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നത് അന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം അപ്രസക്തമായി പോകും എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാകുന്നു. അങ്ങനെ അപ്രസക്തമായി പോകുന്ന ഒരു സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും പിടിച്ചു നിർത്തണമെന്നോ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ യാതൊരു നിർബന്ധവും ജമാഅത്തെ ഇസ്ലാമിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് അടിസ്ഥാനം മുസ്ലിം ഉമ്മത്താണ്. ഈ മുസ്ലിം ഉമ്മത്തിൽ ജമാഅത്ത് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് അവരിൽ ഉണ്ടാകണമെന്ന് ജമാഅത്ത് ആഗ്രഹിക്കുന്ന മാറ്റം? ഒന്നാമതായി ഇസ്ലാമിക ആദർശത്തെ അതിൻ്റെ സമ്പൂർണമായ സ്വഭാവത്തിൽ അവർ ഉൾക്കൊള്ളണം. അതവരുടെ ജീവിതത്തെ നിയന്ത്രിക്കണം. മാത്രമല്ല നമ്മുടേതുപോലെ അനേകം കോടി ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഒരു രാജ്യത്ത് ഇസ്ലാമിക ആദർശത്തെയും ഇസ്ലാമിക ദർശനത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ജീവിക്കണം. എങ്കിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ജമാഅത്ത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ആദർശവൽക്കരിക്കുക, അവരെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാനുള്ള ശേഷിയുള്ളവരാക്കുക എന്ന പ്രവർത്തനത്തിനാണ് ജമാഅത്ത് മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതപ്രഭാഷണങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുടെ ജുമുഅ ഖുതുബകളും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ പ്രഭാഷണങ്ങളും ജമാഅത്ത് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമികമായ സാഹിത്യങ്ങളുമെല്ലാം തന്നെ ഈ ദൗത്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്നത്. ആദർശപരമായി ശുദ്ധീകരിക്കുക എന്നതോടൊപ്പം വിദ്യാഭ്യാസപരമായി കൂടി അവരെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന ഒരു സമുദായമാണ്. അവർക്ക് വിദ്യാഭ്യാസം നൽകണം, അവർക്ക് സംസ്കാരം നൽകണം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഒരു പുരോഗതിയിലേക്ക് അവരെ നയിക്കണം. എന്നിട്ട് ഇന്ത്യയിലെ പൊതുസമൂഹത്തോടൊപ്പം അവരെ എത്തിക്കണം. ഇതിന് ജമാഅത്തെ ഇസ്ലാമി പ്രതിജ്ഞാബദ്ധമാണ്. പ്രീ സ്കൂൾ മുതൽ PG ക്ലാസുകൾ വരെ നടക്കുന്ന വിദ്യാലയങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭൗതിക വിജ്ഞാനത്തോടൊപ്പം അവിടങ്ങളിലെല്ലാം തന്നെ
ഇസ്ലാമികമായ വിജ്ഞാനവും ഈ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രഗത്ഭരായ ഇസ്ലാമിക പണ്ഡിതന്മാരെ, ഭൗതിക ലോകത്തെക്കുറിച്ചറിയാവുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുവാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രത്യേകം കർമ്മപദ്ധതികൾ ഉണ്ട് എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള കർമ്മപദ്ധതികൾ ആദ്യമായി ഇന്ത്യൻ മുസ്ലിംകൾക്കും കേരളീയ മുസ്ലിങ്ങൾക്കും സമർപ്പിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും വിദ്യാഭ്യാസ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. മാത്രമല്ല, സാംസ്കാരികമായും മുസ്ലിങ്ങളെ വളർത്തിയെടുക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള നിരന്തര പരിപാടികളിൽ ജമാഅത്തെ ഇസ്ലാമി വ്യാപൃതമാണ്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും മുസ്ലിം സമൂഹത്തെ വളർത്തിയെടുക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടും ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും ജമാഅത്തെ ഇസ്ലാമി കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 6 വർഷമായി വിഷൻ 2016 എന്ന പേരിൽ ഒരു ബൃഹത് പദ്ധതി ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാന്യനായ KA സിദ്ദീഖ് ഹസൻ സാഹിബാണ് ആ പദ്ധതിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, വിശേഷിച്ച് നോർത്ത് ഈസ്റ്റ് ബെൽറ്റിൽ മുസ്ലിങ്ങൾ ഏറ്റവും പിന്നാക്കം നിൽക്കുന്നത് എവിടെയാണോ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും സാമ്പത്തിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ജമാഅത്തെ ഇസ്ലാമി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തെ ഒരു ബഹുസ്വര സമൂഹം എന്നുള്ള നിലക്ക് നമ്മുടെ രാജ്യത്ത് ക്രിയാത്മകമായി പെരുമാറുന്നതിനുള്ള വിദ്യാഭ്യാസം നൽകി വളർത്തിയെടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ലോകത്തെങ്ങുമുള്ള മുസ്ലിം സമൂഹത്തെക്കുറിച്ചുള്ള ആക്ഷേപം, അത് ഇന്ത്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും മറ്റു 3ാം ലോക രാജ്യങ്ങളിലാണെങ്കിലും ഏറ്റവും വലിയ ആക്ഷേപം മുസ്ലിങ്ങൾക്ക് ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്നില്ല എന്നാണ്. എവിടെയും ഒരു വേവാത്ത ചേനക്കഷ്ണം പോലെ അവർ വേറിട്ട് നിൽക്കും എന്ന ആരോപണം മുസ്ലിം സമൂഹത്തെക്കുറിച്ചുണ്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നു, അങ്ങനെ പറ്റില്ല. നമ്മുടേതുപോലുള്ള ഒരു പ്ലൂറൽ സമൂഹത്തിൽ ക്രിയാത്മകമായി എങ്ങനെ പെരുമാറാം എന്നതിന് വിശുദ്ധ ഖുർആൻ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. പ്രവാചകചര്യ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് വേണം നമുക്ക് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പ്രവർത്തിക്കാൻ. അതിനാവശ്യമുള്ള പാഠങ്ങളും പഠനങ്ങളും ജമാഅത്തെ ഇസ്ലാമി നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി കേരളക്കരയിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ. ഒന്നാമതായി ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണാലയങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുടെ ആനുകാലികങ്ങളും. അതിൽ വാരികകളുണ്ട്, മാസികകളുണ്ട്, ദിനപത്രങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം എന്താണ്? മുസ്ലിം സമൂഹത്തിന് പൊതുസമൂഹത്തോട് പറയാനുള്ളത് വളരെ വ്യക്തമായ ഭാഷയിൽ അവരോട് പറയുന്നു. പൊതുസമൂഹത്തിന് മുസ്ലിം സമൂഹത്തോട് പറയാനുള്ളത് പറയുവാനുള്ള അവകാശവും അവസരവും അവർക്കും കൊടുക്കുന്നു. അങ്ങനെ മുസ്ലിം സമൂഹവും ഇതര സമൂഹങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന സ്വഭാവത്തിൽ പാലങ്ങളായി വർത്തിക്കുന്നവയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ പ്രസിദ്ധീകരണാലയങ്ങളും പ്രസിദ്ധീകരണ സംരംഭങ്ങളും. ഇതിലൂടെ ഇതര സമൂഹങ്ങളുമായുള്ള അകൽച്ച ഇസ്ലാമിക സമൂഹത്തിന് വളരെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചുമുള്ള ഗുരുതരമായ തെറ്റിദ്ധാരണകൾ നീക്കുവാനും ഈ സംരംഭങ്ങൾ കാരണമായിട്ടുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെപ്പോലെയും സാംസ്കാരിക പ്രവർത്തനങ്ങളെപ്പോലെയും തന്നെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനവും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരണ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നത്. മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻഗണനയിൽ എന്നുമുണ്ടായിട്ടുണ്ട്. മുസ്ലിം മജ്ലിസെ മുഷാവറ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതിൻ്റെ രൂപീകരണത്തിൽ നേതൃപരമായ പങ്കുവഹിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇന്ന് ഏറ്റവും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, ആ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കാളിത്തം നേതൃത്വപരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ മുസ്ലിം സൗഹൃദവേദി നിലവിലിരുന്ന കാലഘട്ടത്തിൽ വളരെ കൃത്യമായും വ്യക്തമായും അതിനോട് സഹകരിക്കുക മാത്രമല്ല, അതിൻ്റെ ഗുണഫലങ്ങളെ നാട് മുഴുവൻ എത്തിക്കുന്നതിനുള്ള
പ്രചോദനവും പ്രോത്സാഹനവും ജമാഅത്തെ ഇസ്ലാമി നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുജാഹിദ് വിഭാഗങ്ങളിൽ നിർഭാഗ്യകരമായ സ്വഭാവത്തിലുള്ള ഭിന്നിപ്പുണ്ടായി. സുന്നി സമൂഹത്തിലും ഭിന്നിപ്പുകളുണ്ടായി. ഈ ഭിന്നിപ്പുകളുണ്ടായ സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ ആ ഭിന്നിപ്പിനെ മുതലെടുത്തുകൊണ്ട് സംഘടനാ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചിട്ടില്ല. അവസരം കിട്ടിയ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഈ ഭിന്നിപ്പുകൾ കൂടി ഒഴിവാക്കിക്കൊണ്ട് അതത് സംഘടനകൾ ഒന്നായി തീരണമെന്നും കേരളത്തിലുള്ള മുസ്ലിം സൗഹൃദത്തിനും മുസ്ലിം ഐക്യത്തിനും അത് കാരണമായി തീരണമെന്നും ജമാഅത്തെ ഇസ്ലാമി അഭിപ്രായപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മൂന്നാമത്തെ പ്രവർത്തന മേഖല ഈ രാജ്യത്തിലെ മറ്റു ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ജമാഅത്തെ ഇസ്ലാമി 3-4 പ്രവർത്തനങ്ങളാണ് രാജ്യത്തിന്റെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം സൗഹാർദ്ദ പ്രവർത്തനം തന്നെയാണ്. നോമ്പിനോടനുബന്ധിച്ച്, പെരുന്നാളുകളോടനുബന്ധിച്ച്, വിഷുവിനോടനുബന്ധിച്ച്, ഓണത്തോടും ക്രിസ്മസിനോടും അനുബന്ധിച്ചെല്ലാം തന്നെ ജമാഅത്തെ ഇസ്ലാമി സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ വിവിധ മതസമൂഹങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് വലിയ പങ്കുണ്ട് എന്നതുകൊണ്ടാണ് വളരെ ശ്രദ്ധാപൂർവം ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അവസരത്തിൽ ആ സന്തോഷവും ദുഃഖവും പങ്കിടുവാനുള്ള സന്മനസ്സാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മുസ്ലിം സമൂഹം ഏറ്റവും റിജിഡായിട്ടുള്ള, ഏറ്റവും കുടുസായിട്ടുള്ള ഒരു സമൂഹമാണെന്നും ഇസ്ലാമിക വിശ്വാസവും ഇസ്ലാമിക ദർശനവുമാണ് ഈ കുടുസായ അവസ്ഥ മുസ്ലിം സമൂഹത്തിന് സമ്മാനിക്കുന്നത് എന്നുമുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിനെ സ്വീകരിക്കുകയും ഇസ്ലാമിൻ്റെ ഓരോ കണികയും ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി ഇതര ജനവിഭാഗങ്ങളോട് ഏറ്റവും സൗഹാർദ്ദപരമായി, ഏറ്റവും സന്തോഷപരമായി ഇടപെടുന്നു എന്നുള്ളത് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ നീക്കുവാൻ ഏറെ സഹായകമായി തീരും എന്ന് പറയേണ്ടതില്ല. രണ്ടാമതായി, മുസ്ലിം സമൂഹത്തിന് പുറത്ത് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന പ്രവർത്തനം സേവന പ്രവർത്തനങ്ങളാണ്. നിങ്ങൾക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന ചെറിയ സംഘടനയുടെ പരിധിയിൽ നിന്നുകൊണ്ട് വലിയ പ്രവർത്തനങ്ങളാണ് ജമാഅത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സേവന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരോ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരോ അല്ല ഉള്ളത് എന്ന് അതിൻ്റെ ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നവർക്ക് നന്നായി അറിയാം. ഒരു അയാൾ അർഹനാണെങ്കിൽ ഏത് മതസമുദായത്തിൽപ്പെട്ടയാളാണ് എന്ന് നോക്കാതെ അയാൾക്ക് സേവനവും സഹായവും എത്തിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിച്ചിട്ടുണ്ട്. 2.5 കോടിയോളം രൂപയാണ് കഴിഞ്ഞ സുനാമി പ്രശ്നത്തിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരെ മലയാളികളായ ആളുകൾ ഏൽപ്പിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ മാത്രമല്ല, മുസ്ലിം സഹോദരന്മാർ മാത്രമല്ല, ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളും മതവിശ്വാസമില്ലാത്ത ആളുകളും ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ മഹാഭൂരിഭാഗം സംഖ്യയും ജമാഅത്തെ ഇസ്ലാമി വിതരണം ചെയ്തിട്ടുള്ളത് മുസ്ലിം സമുദായത്തിന് പുറത്തുള്ള ആളുകൾക്കാണ്. എന്തുകൊണ്ടെന്നാൽ അവരായിരുന്നു അതിനർഹർ എന്നത് മാത്രമാണ്. അർഹരായ ആളുകൾക്ക് സേവനമെത്തിക്കുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമി ഒരു വിഭാഗീയതയും കാണിച്ചിട്ടില്ല. സേവന പ്രവർത്തനങ്ങളോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി ഇതര സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി പോരാട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ ശൃംഖലയുടെ പ്രസിദ്ധീകരണങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ പരിശോധിക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കൂ. SIOവിനെ പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം നിങ്ങൾ നിരീക്ഷിക്കൂ. നിങ്ങൾക്ക് കാണാൻ കഴിയും, അവർ ഈ രാജ്യത്തിലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട
എല്ലാ ആളുകൾക്കും വേണ്ടി സമര പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം ഇഷ്യൂവിൻ്റെ പേരിലല്ല, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂവിൻ്റെ പേരിലല്ല. ഇവിടെ അടിച്ചമർക്കപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ പോഷക പ്രസിദ്ധീകരണങ്ങളും അതിൻ്റെ പോഷക സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ, പോരാട്ട പ്രവർത്തനങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അവിടെ അവസാനിപ്പിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ ഒരു ആദർശമുണ്ട്, ഒരു ദർശനമുണ്ട്. ആ ദർശനം യഥാർത്ഥത്തിൽ തന്നെ മനുഷ്യ സമൂഹത്തിന്റെ ഇഹപര വിജയത്തിന് നിദാനമായിട്ടുള്ള ദർശനമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ആ ദർശനത്തെയും ആദർശത്തെയും ഉയർത്തിപ്പിടിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷപൂർവ്വം, വളരെ അഭിമാനപൂർവ്വം, വളരെ ആത്മവിശ്വാസത്തോടുകൂടി, എന്നാൽ വളരെ വിനയത്തോടുകൂടി ഈ ആദർശവും ഈ ദർശനവും ജമാഅത്തെ ഇസ്ലാമി ഇതര സമൂഹങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. മതസമൂഹങ്ങളുടെ മുമ്പിലും മതേതര സമൂഹങ്ങളുടെയും മുന്നിൽ വെക്കുന്നു. അവരോട് പറയാനുള്ളത് അങ്ങോട്ട് പറയുന്നു, അവർക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ശ്രദ്ധാപൂർവം കേൾക്കുന്നു, അങ്ങോട്ട് അന്വേഷിക്കാനുള്ളത് അവരോട് അന്വേഷിക്കുന്നു, അവർക്ക് ഇങ്ങോട്ട് അന്വേഷിക്കാനുള്ളത് അന്വേഷിക്കാനുള്ള അവസരം കൊടുക്കുന്നു. അടച്ചിട്ട റൂമുകളിൽ വെച്ചുകൊണ്ട് ഇത്തരം ജനവിഭാഗങ്ങളുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. വളരെ തുറന്ന ഹാളുകളിലും മൈതാനികളിലും വെച്ചുകൊണ്ട് വളരെ സൗഹാർദ്ദത്തോടുകൂടിയുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുന്നു. വാദിക്കാനും ജയിക്കാനുമുള്ള സംവാദങ്ങളല്ല, അറിയാനും അറിയിക്കാനുമുള്ള സംവാദങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുള്ള ഒരു സംവാദവും സാമുദായികമോ മതപരമോ ആയിട്ടുള്ള അകൽച്ചയിൽ അവസാനിച്ചു എന്ന് നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ല. എല്ലാ സംവാദങ്ങളും തുടങ്ങുന്നതും പുരോഗമിക്കുന്നതും അവസാനിക്കുന്നതും സൗഹാർദ്ദത്തോടുകൂടിയാണ്. നമ്മുടേതുപോലുള്ള സമൂഹങ്ങളിൽ സൗഹാർദ്ദത്തോടുകൂടിയുള്ള ആശയങ്ങളുടെ ആദാനപ്രദാനങ്ങൾ, കൊള്ളക്കൊടുക്കുകൾ വളരെ അനിവാര്യമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. അതാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലുള്ള എല്ലാ പ്രാദേശിക ഭാഷകളിലും ജമാഅത്തെ ഇസ്ലാമി ഖുർആനിന്റെ പരിഭാഷകൾ പുറത്തിറക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ലഭ്യമായ എല്ലാ ഭാഷകളിലും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന, എല്ലാ വിഭാഗം ജനങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സാഹിത്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പുറത്തിറക്കി കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ പ്രധാനമായി നമ്മളോട് പറഞ്ഞത് എന്താണ്? മുസ്ലിം സമുദായത്തോട് പറഞ്ഞത് എന്താണ്? ഹജ്ജത്തുൽ വിദായിലെ ആ പ്രൗഢമായ പ്രസംഗത്തിൽ വെച്ച്, പ്രസിദ്ധമായ പ്രസംഗത്തിൽ വെച്ച് അവസാനമായി പറഞ്ഞത്, അല്ലയോ മുസ്ലിം സമുദായമേ, എൻ്റെ അനുചരന്മാരെ, ഈ സന്ദേശം നിങ്ങൾ എന്നിൽ നിന്ന് ഏറ്റുവാങ്ങുക. ഏറ്റുവാങ്ങിയിട്ട് ഈ സന്ദേശം ആർക്ക് എത്തിയിട്ടില്ലയോ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സമൂഹങ്ങൾക്കും ഇസ്ലാമിൻ്റെ വെളിച്ചം പകർന്നു നൽകണമെന്നും ഇഹപര മോക്ഷത്തിനുള്ള മാർഗം എന്നുള്ള നിലയ്ക്ക് ഇത് അവതരിപ്പിക്കണമെന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഇതുവരെയും ചെയ്തു പോരുന്നതും അതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വയം അള്ളാഹുവിലേക്ക് അടുക്കുകയും ജനങ്ങളിലേക്ക് അടുക്കുകയും ചെയ്യുക, മുസ്ലിം സമൂഹത്തെ സംസ്കരിച്ചെടുക്കുകയും അവരെ പരമാവധി ഐക്യപ്പെടുത്തി നിലനിർത്തുകയും ചെയ്യുക, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുക, സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും അവരെ വളർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ പൊതുവിധാനത്തിലേക്ക് എത്തിക്കുക, ഇതര സമൂഹങ്ങളുമായി സൗഹാർദ്ദത്തിലേർപ്പെട്ടുകൊണ്ട് ഇതര സമൂഹങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇതര സമൂഹങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇതര സമൂഹങ്ങളുമായി ധാരാളമായി ഇടപഴകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സന്ദേശം ആ സമൂഹങ്ങൾക്ക് പങ്കുവെക്കുക. ഇവയൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ. ഈ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സഹായകമായി തീരുന്ന സ്വഭാവത്തിൽ ജമാഅത്തെ ഇസ്ലാമി മറ്റൊരു കാര്യവും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ,
രാജ്യത്തും ലോകത്തും നടക്കുന്ന എല്ലാ സംഭവഗതികളെയും ജമാഅത്തെ ഇസ്ലാമി അവലോകനം ചെയ്യുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇടപെടേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഇടപെടുന്നു, അഭിപ്രായങ്ങൾ പറയേണ്ടുന്ന സന്ദർഭങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്നു. മുസ്ലിം സമൂഹങ്ങൾക്കും ഇതര സമൂഹങ്ങൾക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി വളരെ വിനയപൂർവവും സന്തോഷപൂർവവും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചരിത്രം നിങ്ങളൊന്ന് എടുത്തു പരിശോധിച്ചു നോക്കൂ. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച ഉടനെ ജമാഅത്തെ ഇസ്ലാമി അഭിമുഖീകരിച്ച, ഇന്ത്യൻ ജനത അഭിമുഖീകരിച്ച ഒരു പ്രശ്നം ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അന്ന് ജമാഅത്തെ ഇസ്ലാമി അവതരിപ്പിച്ച കാഴ്ചപ്പാട് എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്ന പക്ഷം ഇന്ത്യയിലെ മുസ്ലിങ്ങളും പാകിസ്ഥാനിലെ ഹിന്ദുക്കളും ന്യൂനപക്ഷങ്ങളായിത്തീരും. ആ വിഭജനത്തിൻ്റെ മുറിവ് പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ കഴിഞ്ഞാൽ പോലും ഉണക്കുവാൻ നമുക്ക് സാധ്യമാവുകയില്ല. രണ്ട് ന്യൂനപക്ഷ സമൂഹങ്ങളും വളരെ ഗുരുതരമായ അക്രമങ്ങൾക്ക് ഇരയാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, വിഭജനത്തെ നാം അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചത്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആ നിലപാടിനെ സാമുദായികവാദികളായ രാഷ്ട്രീയക്കാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ നിലപാട് പ്രഖ്യാപിച്ച മദ്രാസിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക അമീർ സയ്യിദ് അബുല്ലാല മൗദൂദിയെ കയ്യേറ്റം ചെയ്യുകയും ബോലോ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ആക്രമിക്കുകയും ചെയ്ത കഥ ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായി പിളർന്നു. ആ പിളർപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങൾ പരിശോധിക്കുന്ന നമുക്ക് ബോധ്യപ്പെടും ജമാഅത്തെ ഇസ്ലാമി ദീർഘവീക്ഷണം ചെയ്തതായിരുന്നു ശരിയെന്ന്. വിഭജനത്തിന് ശേഷം ഇവിടെ മുസ്ലിം സമുദായത്തോട് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്, നിങ്ങൾ കേവലം ഒരു സമുദായം എന്നുള്ള നിലയ്ക്ക് സാമുദായികമായി സംഘടിപ്പിക്കുന്നതിന് പകരം ആദർശപരമായി നിങ്ങൾ സംഘടിക്കണം. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന വലിയ മൂല്യങ്ങളുണ്ട്. സാമൂഹ്യ നീതി എന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ്. എല്ലാ ജനങ്ങളും പൂർണ്ണമായ ഐക്യവും സമത്വവും ആസ്വദിക്കുന്ന ഒരു ലോകം. ആ ലോകം ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഒരു തത്വമാണ്. ആ മൂല്യം നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേമവും ഐശ്വര്യവും എന്ന മൂല്യത്തെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അതോടൊപ്പം തന്നെ ജനസമൂഹങ്ങൾക്ക് സാക്ഷരത നൽകുക, ജനസമൂഹങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കുക, ഭയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നിവയൊക്കെ തന്നെ ഇസ്ലാമികമായ ഉന്നതമായ മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിങ്ങൾ ജീവിക്കണം. സാമുദായികമായ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ വാദിക്കുമ്പോൾ മറുപക്ഷത്തും സാമുദായികമായ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുവാനുള്ള പ്രവണതകളുണ്ടാകും. അത് ഇന്ത്യയെ സാമുദായിക വിഭജനത്തിലേക്ക് നയിക്കും. അങ്ങനെ സാമുദായിക വിഭജനത്തിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളായിരിക്കും മൊത്തം ഇന്ത്യൻ നേഷന് അനുഭവിക്കാൻ കഴിയുക. അതോടൊപ്പം മുസ്ലിങ്ങൾക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് ജമാഅത്ത് പറഞ്ഞു. രാജ്യം പിന്നെയും കുറെ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ രാജ്യം ഏകാധിപത്യത്തിന് വഴിമാറുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ബോധ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു അത്. ജമാഅത്തെ ഇസ്ലാമി സടകുടഞ്ഞെഴുന്നേറ്റു, ജനങ്ങളുമായി ബന്ധപ്പെട്ടു, വലിയ പ്രചാരണങ്ങൾ നടത്തി. ഏകാധിപത്യത്തിനെതിരെ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഇന്ത്യയിലുടനീളം ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ മുഴുകി എന്ന് ആ കാലത്തെ ചരിത്രമറിയുന്നവർക്ക് അറിയാം. പിന്നീട് നമ്മുടെ രാജ്യം പണാധിപത്യത്തിലേക്ക് വഴിമാറുന്നു എന്ന അവസ്ഥ വന്നു. ജനാധിപത്യത്തെ ക്രിമിനലിസം ഗ്രസിക്കുവാൻ തുടങ്ങി. അന്ന് ജമാഅത്തെ ഇസ്ലാമി മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ജനാധിപത്യത്തിൽ നിന്ന് ഫാഷിസത്തിലേക്ക് രാജ്യം വഴിമാറുകയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് മനസ്സിലായി. അന്ന് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം എന്നത് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയായി രൂപവൽക്കരിക്കപ്പെട്ടു. അതിനുശേഷം നമുക്ക് മനസ്സിലായി ഒരു പുതിയ കൊളോണിയലിസം, ഒരു പുതിയ സാമ്രാജ്യത്വം കടന്നു വരികയാണ്.
ഏതൊരു കൊളോണിയലിസത്തെയാണോ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ ആളുകൾ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ടുള്ളത്, അതേ സാമ്രാജ്യത്വം മറ്റൊരു വഴിയിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നുവെന്നും നമ്മുടെ സ്വയം നിർണയാവകാശത്തിന് കടുത്ത ഭീഷണി അത് ഉയർത്തുന്നു എന്നും നമുക്ക് ബോധ്യമായി. ആ സന്ദർഭത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയമെന്നത് നമ്മുടെ രാഷ്ട്രീയ ലൈനിൽ ഉൾച്ചേർന്നു വരികയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം അണികളെ സംസ്കരിച്ചെടുക്കുന്നതോടൊപ്പം മുസ്ലിം സമൂഹത്തിൽ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ഇതര സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സേവന പ്രവർത്തനങ്ങളും പോരാട്ട പ്രവർത്തനങ്ങളും നടത്തുന്നതോടൊപ്പം അവർക്ക് ഇസ്ലാമിക സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതോടൊപ്പം രാജ്യത്തും ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ ശരിയാം വണ്ണം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ഇടപെടേണ്ടുന്ന സന്ദർഭത്തിൽ ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് പീഡിപ്പിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പക്ഷത്താണ്. അവർ ദലിതരാണെങ്കിലും, അവർ ആദിവാസികളാണെങ്കിലും, സ്ത്രീകളാണെങ്കിലും, കുട്ടികളാണെങ്കിലും രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഇരകളാണെങ്കിലും അവർക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ മുൻകൈയെടുത്ത് രൂപീകരിച്ചിട്ടുള്ള സംഘടനകളും സംവിധാനങ്ങളുമെല്ലാം തന്നെ ഇവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് കൂടുതൽ കരുത്തുറ്റ സ്വഭാവത്തിൽ നമ്മുടെ ദേശീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുവാനാണ്. സാർവത്രികമായ നീതി ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടിയുള്ള ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേമം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ കരുത്തുറ്റ രൂപത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഇന്ത്യയിലെ സാമൂഹ്യ പ്രവർത്തനത്തിലും പങ്കാളികളാകണം എന്ന് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ന് അതിന് കരുത്തു നൽകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒന്നാമത്തെ സംഗതി, ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം സമൂഹത്തിൽ നിന്നും ഇതര സമൂഹങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന വർദ്ധിച്ച പിന്തുണയാണ്. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയെ അടുത്തറിഞ്ഞു സ്നേഹിക്കുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട്. അവർ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം വിവിധ വിഷയങ്ങളിൽ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവർ ഏത് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരുടെ ഹൃദയം ജമാഅത്തെ ഇസ്ലാമിയോട് അവർ ചേർത്ത് നിർത്തിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഹൈന്ദവ സമൂഹത്തിൽ നിന്നും ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ധാരാളം സുഹൃത്തുക്കളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയും മുന്നോട്ട് വെക്കുന്ന സംവിധാനങ്ങളെയും ഉള്ളഴിഞ്ഞ് സഹായിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമിയോട് സഹകരിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് സഹോദര സമുദായങ്ങളിൽപ്പെട്ടിട്ടുള്ള ആ ആളുകൾ. ഈ വർദ്ധിച്ച പിന്തുണ ജമാഅത്തെ ഇസ്ലാമിക്ക് ആശ്വാസവും ജമാഅത്തെ ഇസ്ലാമിക്ക് സന്തോഷവും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകാടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ജമാഅത്തെ ഇസ്ലാമി കൗതുകത്തോടുകൂടിയും താല്പര്യത്തോടുകൂടിയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് പറഞ്ഞിരുന്നത് മതത്തിന് സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുവാനുള്ള അവകാശമില്ല എന്നായിരുന്നു. മതം എപ്പോഴും പ്രതിലോമപരമാണ്. അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അതിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നതായിരുന്നു അൾട്രാ സെക്യുലറിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആ നിലപാടിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഏകാധിപത്യത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് പ്രചോദനമായി വർത്തിക്കുന്നത് ഇസ്ലാം മതമാണ്. മാത്രമല്ല, ആ പോരാട്ടങ്ങൾക്ക് ശേഷം വ്യത്യസ്ത സമൂഹങ്ങളുമായി വളരെ സൗഹാർദ്ദപരമായ സഹവർത്തിത്വത്തിലൂടെ പുതിയ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതും ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാമിക സമൂഹങ്ങളുമാണ് എന്നുള്ളത് ലോകത്തിന് പുതിയ ഒരു കാഴ്ചപ്പാട് നൽകിയിരിക്കുകയാണ്. നേരത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഏതൊരു വിപ്ലവ പ്രചോദനത്തെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരുന്നത്, നേരത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഒരു ബഹുസ്വര സമൂഹത്തിലെ ഏതൊരു തരത്തിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരുന്നത്, അത് യഥാർത്ഥമായി ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ഇന്റലിജൻഷ്യ പോലും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ
ഈ വിമോചനത്തിൻ്റെ നിയാമകത്വത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായി ചിന്തിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനം തുടരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമൂഹത്തെയും ഇതര സമൂഹങ്ങളെയും അഭിമുഖീകരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിൻ്റെ അംഗമെന്ന നിലയ്ക്ക് താങ്കളോട് എനിക്ക് പറയുവാനുള്ളത്, താങ്കൾ ഈ സന്ദർഭത്തിൽ ഉചിതമായ ഒരു തീരുമാനം എടുക്കണം എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ നേരത്തെ ഏതൊക്കെ തെറ്റിദ്ധാരണകളോടുകൂടിയാണോ ഉൾക്കൊണ്ടത്, ആ തെറ്റിദ്ധാരണകൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രസ്ഥാനത്തെ മാറ്റി നിർത്താം. അല്ലെങ്കിൽ ഈ പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. ഈ പറഞ്ഞതിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ട് വല്ലതുമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മാതൃകക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലുമുണ്ടോ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള ശത്രുത നിങ്ങൾക്ക് തുടരാം. അതല്ല, താങ്കൾ ഇതിൽ ഇസ്ലാമിക വിരുദ്ധമായി, പ്രവാചകന്റെ സന്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് സഹകരിക്കാം. നിങ്ങൾക്ക് ഇതിൽ ഇടമുണ്ട്. ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നയാളായിരിക്കാം നിങ്ങൾ ഒരു അധ്യാപകനായിരിക്കാം, ഒരു വിദ്യാർത്ഥിയായിരിക്കാം, സാമൂഹ്യ പ്രവർത്തകനായിരിക്കാം, സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നയാളായിരിക്കാം, നിങ്ങളൊരു പത്രപ്രവർത്തകനായിരിക്കാം, ഒരു ഡോക്ടറായിരിക്കാം, ഒരു എഞ്ചിനീയർ ആയിരിക്കാം. നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണെങ്കിലും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരു ഇടം ഈ പ്രസ്ഥാനത്തിലുണ്ട്. ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴുള്ള ഗുണം, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ പങ്കാളിയാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക്, പരലോക മോക്ഷത്തിന്, സ്വർഗത്തിന് അർഹരാകുന്നു എന്നുള്ളതുമാണ്. നമുക്ക് സ്വർഗം ലഭിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക? നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശം നാം അംഗീകരിക്കുന്നതിലൂടെ, അത് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നതിലൂടെ, അള്ളാഹു അവൻ്റെ ദീൻ അംഗീകരിക്കുന്ന ആളുകൾക്ക് നൽകിയിട്ടുള്ള അൻ അഖീമുദ്ദീൻ, നിങ്ങൾ ദീനിനെ നിലനിർത്തുക, വലാ തതഫറഖൂ ഫീ, ആ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആശയം അനുവർത്തിച്ചുകൊണ്ട് ഇഖാമത്തുദ്ദീനിന് വേണ്ടി പരിശ്രമിക്കുന്നതിലൂടെ അങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിയുക. ആ സ്വർഗത്തിലേക്കുള്ള ഈ യാത്രാ സംഘത്തിൽ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആണെങ്കിലും നിങ്ങൾക്ക് പങ്കാളികളാകാവുന്നതേയുള്ളൂ. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നാളത്തെ ലോകത്തെ നയിക്കാനിരിക്കുന്ന ഇസ്ലാമിക ആദർശത്തെ നെഞ്ചോട് ചേർക്കുന്ന കൂട്ടത്തിൽ, ഇസ്ലാമിക ആദർശത്തെ ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിൽ, ഇസ്ലാമിക ആദർശത്തിൻ്റെ ധ്വജം കയ്യേൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ. അത് വിജയിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണടക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പോരായ്മകളും കുറ്റങ്ങളും തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ലോകത്തെങ്ങുമുള്ള ജനവിഭാഗങ്ങളിൽ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ പട്ടിണികൾക്ക് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ആളുകൾക്ക് നിർഭയപൂർണമായ ഒരു ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമുക്കോരോരുത്തർക്കും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ കൊണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷത്തിന് പാത്രമാകുവാനും അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.